वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। नमः शिवाय। नर्मदे हर। നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഉപാസന, എന്താണ് ഉപാസന, അടുത്ത് ഇരിക്കുന്ന, അതായത് തൻ്റെ മൂർത്തിയുടെ അടുത്ത് എന്നുള്ളതാണ് ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഉപാസന എന്നാൽ എന്താണ്? ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. ഞാൻ എന്നുള്ളൊരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. എല്ലാവർക്കും അതിശയോക്തിയാണ് എങ്ങനെയാണ് ഇത് സംഭവം എന്നുള്ളത്. ഉപാസനയുടെ ആദ്യ ഘട്ടമാണ് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മഠം, നിങ്ങൾ ശങ്കരാചാര്യരുടെ മഠമുണ്ട്, അങ്ങനെ ഉന്മൂലം നിൽക്കുന്ന മഠങ്ങളിൽ സീനിയറായിട്ടുള്ള മഠാധിപതി തൻ്റെ വരും മൂർത്തിക്ക് കൈമാറാൻ വേണ്ടിയിട്ട് വാർദ്ധക്യ സഹജമായിട്ടുള്ള സീനിയറായിട്ടുള്ള മഠാധിപതി പുതിയ ഒരു മഠാധിപതിയെ എടുക്കുമ്പോൾ, ദത്തെടുക്കുമ്പോൾ, ആ മഠാധിപതി ആകുന്നതിന് മുമ്പ് സ്വയം ആ വ്യക്തിയെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒരു മഠാധിപതിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ എന്താണ് എൻ്റെ ഫസ്റ്റ് തലം എന്ന് പറഞ്ഞാൽ, ഞാൻ മരിച്ചു എന്ന് സങ്കല്പിക്കുകയും എൻ്റെ തന്നെ ശേഷക്രിയ ഞാൻ തന്നെ ചെയ്ത്, ഈ ഒരു ഘട്ടം കഴിഞ്ഞാലേ ആ മഠത്തിലൊരു സ്ഥാനം കിട്ടുകയുള്ളൂ ശിഷ്യനായിട്ട്. അതിനുശേഷമാണ് ആ വ്യക്തിയുടെ ശരിയായ മഠാധിപതി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അതേപോലെയാണ് ഒരു ഉപാസകനും. താൻ എന്നുള്ള വ്യക്തിയെ ഇല്ലാതാക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടമെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സേവകനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അസിസ്റ്റ് എന്നുള്ള ഒരു ക്യാരക്ടറായിരിക്കും ഒരു ഉപാസകൻ പിന്നീട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഘട്ടമെന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ മൂർത്തിയോട് നമ്മളൊരു സത്യം ചെയ്യുകയാണ്. അതായത് ഈ ശരീരത്തിൽ ഞാൻ നിലനിൽക്കുന്നു, അതായത് ഞാൻ എന്നുള്ളൊരു ആത്മാവ് എത്രത്തോളം നിലനിൽക്കുന്നു, ഒരു കാരണവശാലും മൂർത്തിയെ മാറ്റത്തില്ല. എൻ്റെ ഉപാസന
മാറത്തില്ല. ഇപ്പോൾ ശ്രീകൃഷ്ണനെയാണ് നിങ്ങൾ ഉപാസിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും മരിക്കുന്നവരെ ഞാൻ കൃഷ്ണനോടൊപ്പം കൃഷ്ണൻ്റെ സേവകനായിട്ട് നിന്നോളാം എന്ന മൂർത്തിക്ക് നമ്മൾ വാക്കു കൊടുക്കണം. ആദ്യഘട്ടം ഞാൻ എന്നുള്ളൊരു വ്യക്തിയെ ഇല്ലാതാക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം ഭഗവാനെ എല്ലാം നമ്മൾ സമർപ്പിച്ചു, അസിസ്റ്റൻ്റായി. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ആ മൂർത്തിയുടെ മുമ്പിൽ, അതായത് എക്സാമ്പിൾ ശിവൻ, ഭഗവാന്റെ മുമ്പിൽ നന്ദി എങ്ങനെയാണോ അസിസ്റ്റൻ്റായിട്ടുള്ളത് അതേപോലെയാണ് നമ്മൾ എന്നുള്ളതാണ്. അവിടെ ശിവന് അസിസ്റ്റൻ്റായിട്ടുള്ളത് ഉപാസകനായിട്ടുള്ള നന്ദി. സെയിം പ്രോസസ്സാണ് ഉപാസനാമൂർത്തിയും ഞാനെന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തിയും. ക്ഷേത്രമെന്ന് ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ഭഗവാന്റെ എളിയ സേവകനാണ്. ഭഗവാന്റേതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും നമ്മളിൽ വാർത്ത് എടുക്കുന്നതാണ് ഉപാസകൻ്റെ അടുത്ത ഘട്ടം. മറ്റുള്ളവരോട് സ്നേഹബഹുമാനത്തോടെ എളിമയോടെ ജീവിക്കുക. ഒരു ഉപാസകൻ എന്നുള്ള നിലയിൽ ലക്ഷറി ആയിട്ടുള്ള ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ ഒരു ഉപാസകൻ കിടക്കുമ്പോൾ സാധാരണ ബെഡിലാണ് എല്ലാവരും കിടക്കുന്നത്. അങ്ങനെ പാടില്ല. വെറും തറയിൽ പാവിരിച്ച് എളിമയോടെ, എത്രത്തോളം എളിമയാകാമോ അത്രത്തോളം എളിമയോടെ. കാരണം ഭഗവാന്റെ അസിസ്റ്റൻ്റാണ്. ഇപ്പോൾ രാജാവ്, ആ രാജാവിൻ്റെ അടിമ എന്നുള്ളൊരു വ്യക്തി ഉണ്ടാവും. രാജാവ് രാത്രി കിടക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൊണ്ടുവരാൻ പറയും. അപ്പോൾ പെട്ടെന്ന് വെള്ളം കൊണ്ടുവരേണ്ടി വരും, ഇല്ലേ? അതേപോലെ ഭഗവാന്റെ അസിസ്റ്റൻ്റായിട്ട് ജീവിക്കുന്ന ഒരു തലമാണ് ഉപാസന എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഉപാസന എന്ന് പറഞ്ഞാൽ അത് വേറെ ട്രാക്കിൽ കൂടിയാണ് പോകുന്നത്. എന്തൊക്കെയോ ഒരു സിദ്ധി നേടാനുള്ള അല്ലെങ്കിൽ ശക്തി നേടാനുള്ള ഒരു തലത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. പറ്റുമെങ്കിൽ ഭഗവാനെ ഓവർടേക്ക് ചെയ്യാനുള്ള രീതിയാണ് ഇന്ന് നാം കണ്ടുവരുന്ന ഉപാസന മുറകളൊക്കെ ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നത്. പക്ഷെ ഉപാസന എന്ന് പറഞ്ഞാൽ ഭഗവാന് അടിയറവ് വെച്ചു. ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് നവജാത ശിശുക്കളൊക്കെ ഉണ്ടായാൽ ആദ്യം എന്താ ചെയ്യുന്നത്? അടിമ വെക്കുമെന്ന് പറയും. പിന്നെ ഭഗവാന്റെ അടിമയായി ആ കൊച്ച്. പക്ഷെ ഭഗവാൻ അത് നോക്കിക്കോളൂ. അതേ കൺസെപ്റ്റാണ് നമ്മൾ ഉപാസന തുടങ്ങുമ്പോൾ ചെയ്യുന്നത്. ഭഗവാന് തൻ്റെ എല്ലാം, തന മന എല്ലാം, വട്ടവർ, ഞാനെന്നുള്ളൊരു വ്യക്തിയെ ഇല്ലാതാക്കുകയാണ് ഫസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, എളിമയോടെ ജീവിക്കുക, മറ്റുള്ളവരുമായിട്ട് എളിമയോടെ ഇടപെടുക. കാരണം അല്ലാതെ ഉപാസകൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ അല്ലെങ്കിൽ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചാൽ അത് ഉപാസനാമൂർത്തിക്ക് പേരുദോഷം വരും. അപ്പോൾ ഉപാസനാമൂർത്തിയുടെ പേരുദോഷം വരുന്ന ഒന്നും ഒരു ഉപാസകൻ ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഓർഗനൈസേഷൻ്റെ പ്രസ്റ്റീജ് എപ്പോഴും ബാലൻസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പോയി എന്തെങ്കിലും അടിപിടി ഉണ്ടാക്കിയാൽ ഇത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെന്ന് പറയും എല്ലാവരും. സോ അതേപോലെയാണ് ഭഗവാന്റെ ഉപാസകനൻ
ചെയ്യേണ്ടതും. എപ്പോഴും എളിമ വർദ്ധിക്കണം. ഉപാസനയിൽ ഉപാസകൻ ഉപാസനാമൂർത്തിയെ അഭിഷേകം ചെയ്യുന്നു, അലങ്കരിക്കുന്നു. ഒരു അസിസ്റ്റൻ്റ് ചെയ്യുന്ന എന്തോ അതാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഉപാസകൻ എന്ന് പറയുമ്പോൾ മേൽശാന്തിയാണ്. മേൽശാന്തിയാണ് രാവിലെ ഭഗവാനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും അലങ്കാരങ്ങൾ ചെയ്ത് വസ്ത്രാലങ്കാരങ്ങൾ ചെയ്യുന്നതും നിവേദ്യം കൊടുക്കുന്നതും. ആ ഒരു അസിസ്റ്റൻ്റ് പ്രോസസ്സാണ് നാം ക്ഷേത്രങ്ങളിൽ കാണുന്ന മേൽശാന്തി ചെയ്യുന്ന കർമ്മം. അത് നമ്മൾ ഉപാസന എന്നുള്ളൊരു കൺസെപ്റ്റിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിൽ ഭഗവാനെ ഈ പറയുന്ന അസിസ്റ്റൻ്റായിട്ട്, ഉപാസകൻ എന്ന് പറയുമ്പോൾ വേറെ തലമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വളരെ എളിമയായിട്ടുള്ള അടിമ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വേണം എപ്പോഴും മനസ്സിൽ. പിന്നെ ഒരു ചിന്ത, ഈ ലോകത്തിലെ ഏറ്റവും എളിയവൻ ആരാണോ അവനാണ് ഞാൻ എന്ന ഉപാസകൻ എപ്പോഴും അവൻ്റെ മനസ്സിൽ എപ്പോഴും അത് ഫീഡ് ചെയ്ത് വെക്കും. അപ്പോഴത്തേക്ക് അഹങ്കാരം എന്നുള്ള ആ ഒരു രീതി നമുക്ക് മാറി നിൽക്കും. മറ്റുള്ളവരെ സഹായിക്കുക. ഇപ്പോൾ ഞാൻ നർമ്മദ പരിക്രമണം ചെയ്തപ്പോൾ സാധുക്കളുടെ കാര്യം പറഞ്ഞു. ഓരോ സത്രത്തിലെ ഓരോ മഠാധിപതികൾ വരുന്ന നർമ്മദ പരിക്രമണം ചെയ്തു വരുന്ന ഓരോരുത്തർക്ക് അവർ തന്നെ സ്വയം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവർ തന്നെ വിളമ്പുക. ഇപ്പം നമ്മുടെ ഇവിടങ്ങളിൽ മഠാധിപതി എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ പുലിത്തോലിരിക്കുന്ന ഒരു ആംബിയൻസ് ആണ് നമ്മൾ കാണാറ്. പക്ഷെ അവിടെ നേരെ മറിച്ചാണ്. വരുന്നവരെ കാലുകൾ കഴുകുക, അവരെ ബഹുമാനത്തോടെ ഇരുത്തുക. ഈ മഠാധിപതികൾ തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതും വിളമ്പുന്നതും അവർക്ക് ദക്ഷിണ കൊടുക്കുന്നതും എല്ലാം. അവിടെ ഒരു മഠാധിപതി എന്നുള്ള ഒരു മസിൽ പിടുത്തമൊന്നുമില്ല. അവിടെ നമ്മൾ തന്നെ അതിശയിച്ചു പോകും, ഇത് മഠാധിപതി തന്നെയാണോ എന്ന്. കാരണം സിമ്പിൾ ഡ്രസ്സാണ്, ഒരു തോർത്ത്, ഒരു പൂണൂല്. കണ്ട മഠാധിപതി ഒന്നും പറയത്തില്ല. ആ ഒരു തലമായിരിക്കണം ശരിയായ ഒരു ഉപാസകന് വേണ്ടത്. അതായത് നമ്മളിവിടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ എളിമയാർന്ന എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വസ്ത്രം, ഡ്രസ് കോഡാണെങ്കിലും അവൻ്റെ ജീവിതചര്യയാണെങ്കിലും ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ഒരു തലം മനസ്സിൽ വരുമ്പോൾ നാം തെറ്റ് ചെയ്യാൻ മുതിരത്തില്ല, മറ്റുള്ളവരെ അപമാനിക്കാൻ തോന്നത്തില്ല. ഇപ്പോൾ രുദ്രാക്ഷം നമ്മൾ ഇടുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ്. ഭഗവാന്റെ അംശമാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇടുമ്പോൾ തെറ്റായ വഴികൾ നമ്മൾ കണ്ടാലും ആ വഴി പോകത്തില്ല. കാരണം ഭഗവാന്റെ CC ക്യാമറ നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഭഗവാൻ എപ്പോഴും ഈ ശരീരം ഭഗവാൻ അടിയറ വെച്ചാൽ, ഇപ്പോൾ സാധാരണ നമ്മൾ ചിന്തിക്കാറ് നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അത് തീരെ തെറ്റാണ്. ഭഗവാന്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം ഈ ശരീരമെല്ലാം ഭഗവാന്റേതാണ്. ആ ഭഗവാന്റെ ഉള്ളിലാണ് നമ്മളിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് ആകുമ്പോൾ നമ്മൾ ശരീരത്തെയും സ്നേഹിക്കും. ഭഗവാന് നാം ക്ഷേത്രങ്ങളിൽ പോകുന്നു, നമ്മളെ കാര്യങ്ങൾ പറയുന്നു, ഭഗവാനെ എനിക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് വേണം, ഇന്നതുപോലെ നടക്കണം ഒക്കെ. പക്ഷേ നാം ഒരിക്കലും ചിന്തിക്കുന്നില്ല ഭഗവാന് കഴിച്ചോ
അല്ലെങ്കിൽ ഭഗവാന്റെ ഇഷ്ട നൈവേദ്യം ഭഗവാന് എന്താണ് എന്നൊന്നും നമ്മൾ അതൊന്നും അറിയണ്ട. ഒരു 10 രൂപയുടെ അല്ലെങ്കിൽ ഒരു 50 രൂപയുടെ റെസിപ്റ്റ് ചെയ്തും പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്നൊക്കെ പറഞ്ഞ് അവിടെ സോപാനപ്പടിയിൽ വെച്ച് ചിലപ്പോൾ സമയം ഉണ്ടാവത്തില്ല, ചിലവർക്ക് കുറച്ച് ദക്ഷിണയെ അവിടെ വെച്ചിട്ട് പോവുകയാണ്. മേൽശാന്തി ചെയ്താലായി, ഇല്ലെങ്കിലായി. അപ്പോൾ ആ തലമാണ് ഇന്ന് ഓരോരുത്തർ ചെയ്യുന്നത്. ഭഗവാനോടുള്ള ഒരു ബഹുമാനം ഇല്ലാതാവുന്നൊരവസ്ഥ. പേരിന് ഭഗവാൻ വേണം, കാര്യം കാണാൻ ഭഗവാൻ വേണം, പക്ഷെ ഭഗവാനെയും സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കണം. കാലിക്കൈയോടെ ക്ഷേത്രങ്ങളിൽ പോകുന്നു, എൻ്റെ എന്നുള്ളൊരു അംശത്തോടു കൂടി വേണം അവിടെ പോകാൻ. ഒരു ഉപഭോഗ വസ്തുവായിട്ട് കണ്ട് ഒരിക്കലും ക്ഷേത്രത്തിൽ പോകരുത്. നമ്മൾ സോപാനപ്പടിയിൽ മുമ്പിൽ നിന്ന് ഭഗവാനെ കാണുമ്പോൾ കണ്ണീന്ന് കണ്ണീര് വരുന്ന ആ ഒരു ഭക്തിയാണ് ഭഗവാൻ ആവശ്യം. ഒരു കുചേലനാവാൻ ശ്രമിക്കണം. ഭഗവാനോടൊന്നും ആവശ്യപ്പെടേണ്ട. ഭഗവാനെ നിങ്ങൾക്കറിയാം, പക്ഷെ ഭഗവാന് വേണ്ടി എന്ത് ചെയ്യാൻ, എന്ത് കൊടുക്കാൻ പറ്റും ഭഗവാന്? നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടമാക്കുന്നത് ക്ഷേത്രങ്ങളിൽ ഭഗവാന് വേണ്ടി, എൻ്റെ ഭഗവാൻ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കാലിക്കൈയോടെ ക്ഷേത്രങ്ങളിൽ പോകത്തില്ല. അതാണ് ഉപാസൻ്റെ ഹൃദയമെന്ന് പറഞ്ഞാൽ, സ്വഭാവമെന്ന് പറഞ്ഞാൽ. നാളെ എനിക്ക് ഇന്നത് നടക്കണം, ഭഗവാനെ ദേ ഞാൻ പുഷ്പാഞ്ജലി അർപ്പിക്കുകയാണ്, അതിലല്ല കാര്യം. ഇപ്പോൾ ഒരു കൊച്ച് 2-3 ദിവസം അമ്മയെ വിട്ട് മാറി നിൽക്കുമോ? അഥവാ നിന്നാലും കാണുന്ന ഒരു സ്നേഹം പൊട്ടിക്കരഞ്ഞു പോവില്ലേ? ആ ഒരു തനിമയത്വം, എൻ്റെ മാത്രം ഈശ്വരനാണ് എന്നുള്ള ഒരു ചിന്ത നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ നമ്മൾ ഉപയോഗിക്കത്തില്ല. പക്ഷെ ഇന്നത്തെ സമൂഹം ഭഗവാനെ ഉപയോഗിക്കുന്നു. അവിടെയാണ് സങ്കടം വരുന്നത്. ഭഗവാനെ ശരിക്കും ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്ഷേത്രങ്ങൾ ഒരു കാര്യം നടക്കാനുള്ള സ്ഥലം എന്നുള്ളതാണ്. പക്ഷെ ഭഗവാൻ ക്ഷേത്രത്തിൽ മാത്രമല്ല, സർവചരാചരങ്ങളിൽ, എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും എല്ലാം ഭഗവാനുണ്ട്. പക്ഷെ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഭഗവാൻ ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയിലൂടെയാണ് നിങ്ങൾ കാണുന്നത്. അത് ഒരിക്കലും നമ്മൾ നമ്മുടെ ഉള്ളിൽ വെച്ച് പുലർത്തരുത്. ആ സ്നേഹത്തെ അറിയണം. നമ്മൾ ഭഗവാനക്ക് വേണ്ടി ജീവിക്കണം. ഭഗവാന്റെ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കണം അങ്ങോട്ട്. ഭഗവാനും നമ്മളെ സ്നേഹിക്കും. പിന്നെ നമ്മൾ വിട്ടാലും ഭഗവാൻ നമ്മളെ കൈവിടില്ല. ഈ ഒരു മനസ്സ്, ഇപ്പോൾ നിങ്ങൾ സോപാനപ്പടിയുടെ മുമ്പിൽ വന്ന് ഭഗവാനെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ശരീരം പോലും നിങ്ങളുടെ കൺട്രോളിലാവില്ല. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും, നിങ്ങളുടെ സ്വരം പതറും. അതാണ് ശരിയായ സ്നേഹം എന്ന് പറയുന്നത്. അവിടെയാണ് ഭഗവാന്റെ ലീലകൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഭഗവാന് നമ്മളോടുള്ള സ്നേഹവും നമുക്ക് ഭഗവാനോടുള്ള സ്നേഹവും അവിടെയാണ് ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഭഗവാൻ ഒരു സെക്കൻഡ് വേണ്ട നമ്മളുടെ ജീവിതം മാറ്റിമറിക്കാൻ. അത് നമ്മൾ മനസ്സിലായിട്ടും
ഭഗവാനെ ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണം, ഇപ്പോൾ തൂമ്പ കിളക്കുന്ന പോലെ താ 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 എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപതിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഭഗവാന്റെ സ്നേഹം പിടിച്ചു പറ്റിയാൽ, അതുകൊണ്ട് തന്നെയാണ് കുചേലൻ്റെ കഥ, കുചേലനോടുള്ള സ്നേഹം കാട്ടി നമ്മൾ ഭഗവാൻ പഠിക്കുന്നത്. പക്ഷേ നമ്മൾ അതൊന്നും കെയർ ചെയ്യാതെ നേരത്തെ പറഞ്ഞ പോലെ തൂമ്പ പോലെ കിളച്ചോണ്ടിരിക്കുക, താ 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 എന്നുള്ളത്. ഭഗവാന്റെ എളിയ ദാസനായിട്ട് ജീവിക്കുമ്പോഴാണ് ശരിക്കും ഭഗവാൻ എന്താണെന്ന് അറിയുന്നത്. ആ സ്നേഹം ഉണ്ണിക്കണ്ണനായിട്ട് വരും, ആ സ്നേഹം ഒരു സുഹൃത്തായിട്ട് വരും, ആ സ്നേഹം ഒരമ്മയും ഒരച്ഛനായിട്ട് വരും. നമ്മുടെ ഏതൊക്കെ സാഹചര്യത്തിൽ ഭഗവാൻ പല ഭാവങ്ങളിൽ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കാൻ, അത് ശരിക്കും ആത്മാർത്ഥതയോടെ നാം ഉപാസന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഹൃദയം പൊട്ടുമ്പോൾ പൊന്നുണ്ണിയായിട്ട് ഭഗവാൻ നമ്മളെ വന്ന് ആശ്വസിപ്പിക്കുന്ന അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ശരിക്കും ഒരു ഉപാസകന് ആ ലീലകൾ, ഭഗവാന്റെ സ്നേഹങ്ങൾ പല രീതിയിൽ മനസ്സിലാക്കും. പക്ഷേ ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപാസനയുടെ ശക്തി അറിയാതെ, അതിൻ്റെ വ്യാപ്തി അറിയാതെ ട്രാക്ക് വിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉപാസനകൾ കാട്ടിക്കൂട്ടുന്നത്. ശരിക്കും ആ കാമ്പിലോട്ട്, അകക്കാമ്പിലോട്ട് നാം ഇറങ്ങിയാൽ മാത്രമേ ഭഗവാനുമായിട്ടുള്ള സംവാദം സാധ്യമാവുള്ളൂ. ഭഗവാനെ അറിയാനും ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനെ കാണാനും ഒരു ഉപാസകന് പറ്റും. ചിലർ ചോദിക്കും, ഇന്നത്തെ കാലത്ത് ഭഗവാനെ കാണാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും പറ്റും. ഞാൻ ഈ പറയുന്ന രീതിയിൽ ഏതൊരു വ്യക്തി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നുവോ തീർച്ചയായിട്ടും ഭഗവാൻ മുമ്പിൽ വന്നിരിക്കുമല്ല, കൂടെ എപ്പോഴും ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് കാണാത്ത രീതിയിൽ ഭഗവാൻ പ്രസൻറ്റ് എപ്പോഴും ഉണ്ടാവും, എപ്പോഴും കാക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്തെ എന്ത് പേടിക്കാനാണ്? ആ ഒരു സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വെറും സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആവരുത് ഭഗവാൻ. അച്ഛൻ്റെ സ്നേഹം, ഒരമ്മയുടെ സ്നേഹം, പൊന്നുണ്ണിയുടെ സ്നേഹം, പല ഭാവങ്ങളിൽ നമ്മുടെ മനസ്സ് പതറുന്ന, അത് പതറാതിരിക്കുവാൻ വന്ന് ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന ആ ചൈതന്യത്തെ നമ്മൾ അറുത്ത് ഉപഭോഗ വസ്തുവായിട്ട് കാര്യം കാണാൻ വേണ്ടി എന്നുള്ള തലത്തിൽ ഇന്ന് റൂട്ട് മാറിയാണ് നമ്മൾ ഭഗവാനെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ ആ സ്നേഹം നിറഞ്ഞ് നമുക്ക് കിട്ടുമ്പോൾ ശരിയായ ജീവിതം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വൈകിപ്പോകുന്നു. നമുക്ക് ലൈഫിൻ്റെ
ഓട്ടത്തോട് ഓട്ടമാണ്. പക്ഷേ എന്ന് ഭഗവാന്റെ സ്നേഹത്തിന് കൂടെ ചേർക്കുന്നു, അതിൻ്റെ ജീവിതം സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് പോലെയല്ല ഭഗവാന്റെ കൂടെ ജീവിക്കുന്നത്. 24/7 ആ വ്യക്തി, ആ ഉപാസകൻ പൂർണ്ണ ആനന്ദം, ജീവിതത്തിൻ്റെ ആനന്ദം, ഭഗവാന്റെ ലീലകൾ ഒക്കെ ആസ്വദിച്ച് സന്തോഷത്തോടെ വളരുന്ന ഒരു ലെവലിലായിരിക്കും. നാം ഇപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട്, എനിക്ക് എത്ര പ്രാവശ്യം ജപിക്കണം? 50 മതിയോ? അല്ലെങ്കിൽ ഒരു മാല ജപിച്ചാൽ മതിയോ? അപ്പോഴാണ് എൻ്റെ മനസ്സ് വേദനിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ഇപ്പോൾ ഒരു കുട്ടിയോട് ഒരു ഐസ്ക്രീം മതിയോ എന്ന് പറയണ പോലെ ചോദിക്കുന്നത് പോലെയാണ്. കാരണം ഇന്ന് ഭഗവാനെ എന്താണ് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത രീതിയിലാണ്. ചിലവർ നോൺ വെജ് നിർത്താൻ പറയുമ്പോൾ നോൺ വെജ് കഴിക്കാമോ? കഴിക്കട്ടെ. നോൺ വെജ് മാറ്റണമെങ്കിൽ അത് വേണ്ട, ഉപാസന, ഞാൻ മന്ത്രം ജപിച്ചോളാം. അതായത് ആർക്കാണ്ടോ വേണ്ടി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആ സ്നേഹത്തിൻ്റെ ഗാഢത അറിയാതെയാണ്. അത് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പഠിച്ചു വന്നത് ഒരു കഥാരൂപേണയാണ്. ഭഗവാൻ എന്നുള്ള ഒരു ശക്തിയുണ്ട്, പക്ഷേ അതിനെ അറിയാൻ ആരും ശ്രമിക്കുന്നില്ല. കുറേ നാളുകളായിട്ട് അതറിഞ്ഞവരാരും ഇല്ല താനും. ഇപ്പോൾ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള രമണ മഹർഷി, ഇവരൊക്കെ ഭഗവാനെ നേരിട്ട് കണ്ട് അവരുടെ ആനന്ദം മനസ്സിലാക്കിയവരാണ്. ഇപ്പോൾ പെരിയവരൊക്കെ ബാലയനെ, ബാലാത്രിപുര സുന്ദരി മടിയിലിരുത്തിയിട്ടാണ് നിവേദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം ആ ഒരു തലം കൊഞ്ചിച്ച് അവരെ സ്നേഹിച്ച്, അപ്പോൾ അവർക്കും നമ്മളോട് അതേ ഒരു അനുഭവമായിരിക്കും. ആ ഒരു തലം നമ്മൾ എത്തിച്ചേരണം. ഭഗവാനുമായിട്ട് കൊഞ്ചിക്കൊഴയാനും അതിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനും അവർക്ക് നമ്മളോട് സ്നേഹിക്കാനും ഏതൊരു സാഹചര്യത്തെയും നമ്മൾ കൂടെ എപ്പോഴും കൈപിടിച്ച് നിർത്തും അവർ. ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. ഭഗവാനുള്ളപ്പോൾ ഒരു തരത്തിലുള്ള ദുരിതവും നമ്മൾക്ക് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കണം. ഈ പറയുന്ന കഷ്ടപ്പാടും ദുരിതവും കടങ്ങളും ദാരിദ്ര്യവും എല്ലാം ഒരു മായയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ ഭാവമാണ് ഈശ്വരൻ. അതിനാണ് മഹാഭാരത യുദ്ധത്തിന് അർജുനനോട് ശ്രീകൃഷ്ണൻ കാട്ടിത്തന്നതും. പക്ഷേ ആ ഒരു ഹിസ്റ്ററി അത് നമ്മൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഇൻറ്റേർണലി മനസ്സിലാക്കി ഉപാസനയിൽ ഒരു കാട്ടായമാകാതെ, ട്രാക്ക് മാറാതെ, ഞാൻ ഈ പറയുന്ന രീതിയിൽ ഭഗവാനെ സ്നേഹിച്ചു നോക്ക്. എന്നിട്ട് പറയൂ ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം നമ്മുടെ സിസ്റ്റം പോകുന്നത് ഭഗവാനുണ്ട്, പക്ഷെ അത് സ്ഥാപിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന മതസ്ഥനാണ്, പക്ഷെ ഭഗവാൻ ഉണ്ട്. പക്ഷെ എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ നോ ആൻസർ. അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്.
ഞാൻ ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാൻ സിഖാണ്, എന്താണ് പ്രയോജനം? എന്താ തെളിവ്? ഭഗവാനുണ്ട് എന്ന് നീ പറയുന്ന ആ ഭഗവാൻ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് കാണിക്കും? പക്ഷേ ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. കാരണം ഭഗവാനുമായിട്ട് എല്ലാ ടൈമിലും സന്തോഷ്ടനാണ്. ഇപ്പോൾ തിരുപ്പതി ഭഗവാനുമായിട്ട് ചൂത് കളിച്ച് സന്തോഷമായിട്ടിരുന്ന ഭക്തനെ നമുക്കറിയാം അല്ലേ? ആ ഒരു തലത്തിലോട്ട് നാം എത്തിച്ചേരണം. അതാണ് ഉപാസന എന്ന് പറഞ്ഞാൽ. അല്ലാതെ ബിംബം വെച്ച് കുറേ ആരത്തി കാട്ടി അല്ലെങ്കിൽ കുറേ നിവേദ്യം കൊടുത്ത് കുറേ ഷൂട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതല്ല ഉപാസന എന്ന് പറഞ്ഞാൽ. കാരണം ഭഗവാന്റെ ആ പ്രപഞ്ച ശക്തിയെ നമ്മുടെ സ്വരൂപമാക്കി സ്നേഹിക്കുന്ന, അസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു തലം, അത് നമ്മുടെ ഓരോരുത്തർക്കും ഉണ്ടാവണം ആ ഭാഗ്യം. എന്നാൽ മാത്രമേ നാം എന്നുള്ള ആ ഒരു ചൈതന്യം ഭഗവാന്റെ തന്നെ അംശമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത്. DNA. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ ഹർ. शमस्वत्वं शेषशैलशिखामणे